ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്താനാവാതെ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ച് ചോദ്യം ചെയ്തെങ്കിലും സ്വർണം എവിടെ എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ലഭിച്ചില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരിക്കുമെന്നായിരുന്നു SITയുടെ പ്രതീക്ഷ. വീണ്ടും ഒരുമിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്യലുകൾ തുടരുക എന്നതാണോ SITയുടെ പദ്ധതി? മറ്റെന്തെങ്കിലും ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കാൻ SITക്ക് ഉദ്ദേശമുണ്ടോ? മോദി ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അത് കൊള്ളയടിച്ചത് ആരെന്നും കൊള്ളയടിച്ചത് എങ്ങനെയെന്നും ആരൊക്കെയാണ് അതിന് ഗൂഢാലോചന നടത്തിയതെന്നും പ്രതികളായവരെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ ഈ മോഷ്ടിച്ച സ്വർണം എന്ത് ചെയ്തു എന്ന കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. അതിലേക്ക് കയറിപ്പറ്റാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മുൻപിൽ വന്ന ഒരു രേഖ എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ കിട്ടാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT നൽകിയ കസ്റ്റഡി അപേക്ഷയാണ്. ആ കസ്റ്റഡി അപേക്ഷയിൽ കൃത്യമായി പറയുന്നുണ്ട്, ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, കട്ടളയിൽ പതിപ്പിച്ചിരുന്ന 7 പാളികൾ, അതുപോലെ തന്നെ 2 തൂണുകളിൽ ഉണ്ടായിരുന്ന 2 പാളികൾ, ഇത്രയും ഉരുപ്പടികൾ, തങ്കം പൊതിഞ്ഞ ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എടുത്തുകൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ ഉരുക്കി അത് വേർതിരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ ഉരുക്കി വേർതിരിച്ചു എന്ന് അതിനുശേഷം പണിക്കൂലിയായിട്ടും അതല്ലാതെ സ്വന്തം നിലയ്ക്കും എടുത്ത സ്വർണം എന്ന പേരിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് ഏതാണ്ട് 800 ഗ്രാം സ്വർണം തിരിച്ച് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ്. അതായത് SIT അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചതല്ല, അവർ ഇങ്ങോട്ട് ഹാജരാക്കി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ SIT പറയുന്നു അത് ഹാജരാക്കിയതാണ്, അത് ശബരിമലയിലെ സ്വർണ്ണമാണെന്നൊരു ഉറപ്പുമില്ല. മാത്രമല്ല, ഇത്രയും സ്വർണ്ണമല്ല ഇത്രയും ഉരുപ്പടികളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി സ്വർണം എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഇവരെ ചോദ്യം ചെയ്യണമെന്നാണ്. അതിൻ്റെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നത്. ഒരു ദിവസത്തേക്കാണ് ഈ 3 പേരെയും SIT കസ്റ്റഡിയിൽ നൽകിയത്. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ കൊല്ലം പോലീസ് ക്ലബിലാണ് നടന്നത്. പക്ഷേ അതിനുശേഷവും കൃത്യമായൊരു വ്യക്തത നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ വെവ്വേറെ ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഒരു പഠിച്ച് തീരുമാനിച്ച് വന്നതുപോലെയാണ് ഇവർ മൊഴി നൽകുന്നത്. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ ഉരുപ്പടികളെല്ലാം ഉരുക്കി സ്വർണം വേർതിരിച്ചു, പിന്നീട് വളരെ കുറച്ച് സ്വർണം ഉപയോഗിച്ച് വീണ്ടും അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു. ബാക്കി സ്വർണം ഞങ്ങൾ എടുത്തു എന്നതിനപ്പുറം ഈ ഉരുപ്പടികൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഈ പ്രതികൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു മൊഴി നൽകുന്നില്ല, അതിനപ്പുറത്തേക്കൊരു തെളിവും SITക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിസന്ധി. ആ പ്രതിസന്ധി തീർക്കാനാണ് ഇന്നലെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. പക്ഷേ അതിലും കാര്യമായ പുരോഗതി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഉരുപ്പടികൾ തന്നെയാണോ 2019 തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതായത് 98 ഗോൾഡ് ക്ലാഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഉരുപ്പടികൾ തന്നെയാണോ തിരിച്ച് വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്, അതോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നാണ് പൊതുവെ SITയും കരുതുന്നത്, ഒപ്പം തന്നെ പൊതുവിൽ എല്ലാവരും കരുതുന്നത്. കാരണം അത് ഉരുക്കിയെങ്കിൽ അതിനകത്തുനിന്ന് പിന്നൊന്നും അവശേഷിക്കാനൊന്നുമില്ല. മാത്രമല്ല, ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ അത്രയും കൃത്യതയോടെ ഈ ക്ലാഡ് ചെയ്ത് മെർക്കുറി വെച്ച് ക്ലാഡ് ചെയ്ത് ഗോൾഡ് ആയതുകൊണ്ട് കൃത്യതയോടെ കിട്ടണമെന്നുമില്ല, അത്രയും കൂടുതൽ സ്വർണം കിട്ടണമെന്നുമില്ല. അപ്പോൾ മാത്രമല്ല, അന്ന് ഏതാണ്ട് ഗ്രാമിന് 3000 രൂപയെ ഗോൾഡിനുള്ളൂ. അപ്പോൾ ആ ഗോൾഡ് വിറ്റാൽ തന്നെ ഏതാണ്ട് 15 ലക്ഷം രൂപയെ കിട്ടും. പക്ഷേ അത്രയും വലിയ സാമ്പത്തിക ഇടപാടല്ല, അത്രയും ചെറിയ സാമ്പത്തിക ഇടപാടല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത്. വലിയ സാമ്പത്തിക ഇടപാടുകൾ ഈ പ്രതികൾ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉരുപ്പടികളെല്ലാം ഭക്തിയുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആന്റിക് വിപണിയിലേക്ക്, കള്ളക്കടത്ത് സംഘങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കോടതി നേരത്തെ ഈ അന്താരാഷ്ട്ര ആന്റിക് കള്ളക്കടത്തുകാരൻ്റെയൊക്കെ പേര് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിക്കേണ്ടി വന്നത്. ഏതായാലും അങ്ങനെ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തിലേക്ക് വഴി തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ SITക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത് വഴി തുറക്കാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പക്ഷേ ഈ പ്രതികൾ ഇതുവരെയും എന്ത് ചെയ്തു ഈ സ്വർണ്ണ ഉരുപ്പടികൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം നൽകിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.